കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം നടത്തി. എഴുത്തുകാരും സാംസ്കാരിക നായകരുമടക്കം പ്രമുഖർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളായ എഴുത്തുകാരെ ആദരിച്ചുകൊണ്ടാണ് വായനാ ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സാംസ്കാരിക നായകനും ബഹുമുഖ പ്രതിഭയുമായ പ്രൊഫസർ ബേബി എം വർഗീസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഉയരാടുന്ന മനസ്സോടെയാണ് ഞാൻ കടന്നു വന്നത്. ഒരക്ഷരോത്സവത്തിൽ പങ്കെടുക്കുന്ന മനസ്സിന്റെ സുഖമനുഭവിച്ചുകൊണ്ട് വരാന്തയിലൂടെ കടന്നു വന്നപ്പോൾ അറിവിൻ്റെ അക്ഷരകുടങ്ങളെയാണ് ഞാൻ കണ്ടത്. ഇതിനേക്കാൾ പരമഭാഗ്യകരമായ ഒരവസ്ഥ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? അതൊക്കെയും ഇവിടെ കാണിച്ചു തരുന്നതിന് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതിനുവേണ്ടി നിങ്ങൾ യത്നിച്ചു. അതിൻ്റെ നല്ല ഫലം നിങ്ങൾക്ക് കൊയ്തെടുക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എന്നെ ഏറെ ആകർഷിച്ചത് രണ്ട് കുട്ടികൾ ചൊല്ലിയ പ്രാർത്ഥനാ ഗീതമാണ്. വിരിഞ്ഞു നിൽക്കുന്ന പൂവിലും വിടർന്നു നിൽക്കുന്ന താരകത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ തക്കവണ്ണം ഗാനപ്രവീണരായ ആ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നത് കേൾക്കുന്നവരിലും ഒരു വലിയ ഔത്സുക്യം വളർത്തുവാൻ അത് സഹായകമായി എന്ന വിശ്വാസ പ്രമാണത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ KP കുര്യാക്കോസ്, KP ബാബു, ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ്, വിജയകുമാർ കളരിക്കൽ, രാജൻ സൈനുദ്ദീൻ, റാബി അബ്ദുൽ ഖാദർ, അഞ്ജന പ്രദീപ് എന്നിവരെ ആദരിച്ചു. നന്മകൾക്കു നിറം കെടും ഒരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടും ഒരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ ചിറകുവെന്തു മണ്ണിൽ വീണടിഞ്ഞിടല്ലുണ്ണി. പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ PO പൗലോസ്, മാതൃസംഗമം ചെയർപേഴ്സൺ KS ഗായിനി, ഷാമി ചെറിയാൻ, പ്രധാനാധ്യാപിക ബിന്ദു വർഗീസ് എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വായനാ ദിനം ആചരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ, ഇന്നത്തെ ഈ വായനാശീലവും ഇന്നത്തെ പഠനവും വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ലൈബ്രറികളോ ഗ്രന്ഥശാലകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കിവിടെ ഈ നമ്മുടെ കേരളത്തില്. അതിനെ നമ്മുടെ ഒരു നവോത്ഥാന നായകൻ കൂടിയായ അയ്യങ്കാളിയുടെ സമഗ്രമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. വായനാ ദിന ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം, പോസ്റ്റർ രചന, പ്രസംഗം, കയ്യക്ഷരം, പഴഞ്ചൊല്ല്, ആസ്വാദനക്കുറിപ്പ് എന്നിങ്ങനെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മീഡിയ സിസ്റ്റി, കോതമംഗലം.